പാകിസ്ഥാൻ തുടർച്ചയായിട്ട് ഇന്ത്യയെ മുൾമുനയിൽ നിർത്തുന്നത് അവരുടെ ഈ കിരാന ഹിൽസിൽ വെച്ചിരിക്കുന്ന ആണവ പോർമുനകളുടെ ബലത്തിലാണ്. ആ ബ്ലാക്ക് മെയിൽ ഇനി ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിലും ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു. മൂന്നാമത്തത്, ഭീകരവാദികളെയും അത് പിന്തുണയ്ക്കുന്നവരെയും രണ്ടായി ഇനി നമ്മൾ കാണില്ല, ഒന്നായി തന്നെ കാണും എന്ന് പറയുന്നത് നാം ഇതുവരെ സ്വീകരിച്ചു വന്ന ഭീകരവാദ നയത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാനെ നമ്മളൊരു ടെറർ സ്റ്റേറ്റ് ആയിട്ടാണ് ഇനി കാണുക. അതിലൊരു മാറ്റം വരുന്നതുവരെ ആ രീതിയിൽ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഇത് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂ നോർമൽ വരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നുള്ളത് വളരെ വ്യക്തത വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വ്യക്തത വരുത്തിയിരിക്കുന്ന വിഷയങ്ങൾ, നമ്പർ 1, ന്യൂക്ലിയർ പോളിസിയുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. നമ്മളുടേത് ഇന്നേ വരെ ഉണ്ടായിരുന്നത് ഒരു ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന് പറയുന്നത് റിയാക്റ്റീവായൊരു ന്യൂക്ലിയർ ഡിറ്ററൻസ് ആണെങ്കിൽ പ്രൊആക്റ്റീവായൊരു ന്യൂക്ലിയർ ഡിറ്ററൻറ്റ് പോളിസി നമുക്കുണ്ട്. ആദ്യമായിട്ട് പറയുകയാണ്, ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ട ന്യൂക്ലിയറിൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വി ആർ പ്രിപ്പയർഡ് എന്നൊരു മെസ്സേജാണ് നൽകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ ഡിറ്ററൻസിനോടുള്ള ഒരു ആത്മവിശ്വാസമാണ്. ഇൻ കേസ് അതൊരു ബാലൻസ് ഓഫ് പവർ നിലനിർത്തുന്നതിന് ഒരു പരിധിവരെ സഹായവുമാണ്. പക്ഷേ ഏതുതരം ന്യൂക്ലിയർ യുദ്ധങ്ങളും ആത്യന്തികമായി മനുഷ്യനാശത്തിന് വിനാശമേ വരുത്തൂ എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്ത്യക്കുള്ളതുകൊണ്ടാണ് ആ ഡിറ്ററൻറ്റ് പോളിസിയിലുള്ള കോൺഫിഡൻസ് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി ഉറപ്പിക്കുന്നത്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരരുത് എന്ന ഉറച്ച ഭാഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്.